സൂറത്തുൽ ഷംസ് എല്ലാവരും എൻ്റെ കൂടെ പാരായണം ചെയ്യുക. ഓരോ വചനത്തിലും വളരെ അത്യാവശ്യമായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ അപ്പോൾ സൂചിപ്പിച്ചുകൊണ്ട് പോകാം. എല്ലാവരും എൻ്റെ കൂടെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി, ആ മീമ് അല്പം പോലും മണിച്ചു പോകരുത്. കാരണം ശേഷമുള്ളത് സീനാണ്. ഇൽഹാർ ഷഫവിയാണ് അവിടുത്തെ നിയമം. മണിക്കാതെ ഓതണം എന്നതാണ്. വശംസി, ഷം എന്നിങ്ങനെ ഉന്നത്ത് ആ മീമിൽ അല്പം പോലും വരരുത്. ഇവ രണ്ടും തൊണ്ടയിൽ നിന്നും ഉത്ഭവിക്കുന്ന അക്ഷരങ്ങളാണ്. ഹുറൂഫുൽ ഹൽക്കിൽപ്പെട്ടതാണ്. അതും ശ്രദ്ധിക്കുക. വശംസി വദുഹാഹാ, വൽഖമരി, ഖമരി, ഖമരി, ഖാഫിന്റെ തഫ്ഖീം പെരുപ്പിച്ചുച്ചരിക്കേണ്ട അവസ്ഥ ഇസ്തിഅലാഇന്റെ അക്ഷരമായതുകൊണ്ട്. എന്നാൽ ശേഷമുള്ള മീമോ റാവോ ഒന്നും തന്നെ തഫ്ഖീം വരാതെ ഉച്ചരിക്കുകയും വേണം എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. വൽഖമരി ഇദാ തലാഹാ, വന്നഹാരി ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് പറയണം. വന്നഹാരി ഇദാ ജല്ലാഹാ, വല്ലൈലി ഇദാ യഗ്ശാഹാ. ഗൈന് പ്രത്യേകം ശ്രദ്ധിക്കുക. തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫാണ്. എന്നാൽ യഗ് എന്ന് സുക്കൂന് ഹർക്കത്ത് പോലെ ചലിപ്പിച്ച് പറയാനും പാടില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈനിന് മാത്രമാണ് തഫ്ഖീം ഉള്ളത്, പെരുപ്പിച്ച് ഉച്ചരിക്കേണ്ടത്. എന്നാൽ ശേഷമുള്ള ഷീനോ ഹാ ഒന്നും തന്നെ തഫ്ഖീം വരാതെ സൂക്ഷിക്കുകയും വേണം. വല്ലൈലി ഇദാ യഗ്ശാഹാ, വസ്സമാഇ, മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. 4-5 ഹർക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. വസ്സമാഇ വമാ ബനാഹാ, വൽ അർദി, അർദി, റാ ദ്വാദ് തഫ്ഖീമിന്റെ അക്ഷരങ്ങളാണ് രണ്ടും. ദ്വാദിന് കിസ്റ ആയതുകൊണ്ട് അല്പം തഫ്ഖീമേ നൽകാൻ പാടുള്ളൂ. വമാ ത്വാഹാഹാ, ത്വാഇന് തഫ്ഖീമുണ്ട്. ഹാഇനും ഹാഇനും ഒന്നും തഫ്ഖീം വരാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഇസ്തിഅലാഇന്റെയും ഇസ്തിഫാലിന്റെയും അക്ഷരങ്ങൾ പരസ്പരം തഫ്ഖീമും തർഖീഖും മാറിപ്പോവാതെ പാരായണം ചെയ്യുക. വൽ അർദി വമാ ത്വഹാഹാ, വനഫ്സിൻ വമാ, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വാവിൻ്റെ മുമ്പിൽ വന്നതിനാൽ വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് പറയുക. എന്നാൽ പൂർണ്ണമല്ലാത്ത ഭാഗികമായ അപൂർണമായ ഇദ്ഗാമാണ് ഇവിടെ നൽകേണ്ടത്. വനഫ്സിൻ വമാ സവ്വാഹാ, ഫഅൽഹമഹാ ഫുജൂറഹാ. റാഇന്റെ തഫ്ഖീം ശ്രദ്ധിക്കണം. മറ്റക്ഷരങ്ങൾക്കൊന്നും മുമ്പോ ശേഷമോ ഉള്ളതിനൊന്നും തഫ്ഖീം ഇല്ല. അതുപോലെ വതഖോ വ, വതഖോ വ, ഖാഫിന് ഖൽഖലത്തും തഫ്ഖീമും രണ്ടുമുള്ള അക്ഷരമാണ് ഖാഫ്. ബാക്കിയുള്ളതിനൊന്നും തഫ്ഖീം പാടില്ല.
فألهمها فجورها وتقواها قد ദാലിന്റെ ഖൽഖലത്ത് ശ്രദ്ധിക്കുക. സുക്കൂനാണ്. ഹർക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഖൽഖലത്തിന്റെ ഖുതുബ്ജദ് എന്ന 5 അക്ഷരങ്ങളിൽപ്പെട്ട ദാൽ. അഫ്ലഹ അഫ്ലഹ എന്നായി പോവരുത്. അഫ്ലഹ മൻ സക്കഹ അവിടെ ഇഖ്ഫാ ചെയ്യണം. മണിച്ചുകൊണ്ട് അവ്യക്തമാക്കണം ആ സുക്കൂനുള്ള നൂനിനെ. ഖദ് അഫ്ലഹ മൻ സക്കഹ وقد خاب ഖാഫിന് തഫ്ഖീം ഖാഇന് തഫ്ഖീം ഖാഇന്റെ അലിഫിനും തഫ്ഖീം. ഇതൊക്കെ ശ്രദ്ധിക്കണം. മൻ എന്ന നൂനിനെ മണിച്ച് അവ്യക്തമാക്കി ഉച്ചരിക്കുക. ഇഖ്ഫാ ചെയ്യുക ദാലിന് മുമ്പിലായതിനാൽ. وقد خاب من دساها കദ്ദബത് കദ്ദബത് എന്ന താഇന്റെ സുക്കൂൻ കദ്ദബത്ത് എന്ന് ചലിച്ചു പോവരുത്. സമൂദു സാഇ മഖ്റജ് നാം മനസ്സിലാക്കിയതാണ്. സാഇന്റെ മഖ്റജ് ത്വാഇനും ഗൈനിനും തഫ്ഖീമുണ്ട്. പെരുപ്പിച്ച് പറയണം. മറ്റ് വാവിനോ ഹായിനോ ഒന്നും തഫ്ഖീം വരരുത്. كذبت ثمود بطغواها إذ انبعث സുക്കൂനുള്ള നൂൻ ബാഇന് മുമ്പിൽ വന്നിരിക്കുന്നു. അവിടെ ആ നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് പറയുക. അതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക. أشقاها أشقاها إذ انبعث أشقاها فقال ഖാഫിന്റെ തഫ്ഖീം ശ്രദ്ധിക്കുക. ലഹും റസൂലുള്ളാഹി റാഇന് തഫ്ഖീം. അല്ലാഹി എന്ന് പറയുമ്പോൾ ലാമിനും തഫ്ഖീം. നാഖതല്ലാഹി നാഖതല്ലാഹി വസുഖയാഹ ഖാഫിന്റെ തഫ്ഖീമും ഖൽഖലത്തും സുക്കൂൻ വന്നതിനാൽ മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർഖീഖ്. فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها ഖാഫ് റാ തഫ്ഖീമിന്റെ അക്ഷരങ്ങളാണ്. ഫദംദമ ദം എന്ന് മണിച്ചു പോകാൻ പാടില്ല. ഇൽഹാർ ഷഫവിയാണ്. ദംദമ ദംദമ പറയരുത്. ദംദമ അലൈഹിം ആ മീമിനെയും മണിക്കരുത്. അലൈഹിം അധികം മണിക്കാതെ അല്പം പോലും മണിക്കാതെ ഇൽഹാർ ചെയ്യണം. റബ്ബുഹും ബിദംബിഹിം റബ്ബുഹും എന്ന മീമ് ഇഖ്ഫാ ചെയ്യുക. മണിച്ചുകൊണ്ട് അവ്യക്തമാക്കുക എന്ന നിയമമാണ്. ബിദംബിഹിം എന്നിടത്ത് നൂനിനെയാണ് മീമാക്കി മാറ്റി ഉച്ചരിക്കുന്നത്. ഇഖ്ലാബ്. ഫസവ്വ ബിദംബിഹിം എന്ന മീമ് അവസാനത്തെ മീമ് അല്പം പോലും മണിക്കരുത്. ഇൽഹാർ ഷഫവി. കാരണം ശേഷം ഫ ആണ്. ഫസവ്വാഹ فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا യഖാഫു യഖാഫു യഖാ എന്ന് പറയുമ്പോൾ ഖാഇനെ തഫ്ഖീം ചെയ്യണം. ഉഖബഹ ഖാഫിന് സുക്കൂനുണ്ട്. തഫ്ഖീമും ഉണ്ടാകും. വലാ യഖാഫു ഉഖബഹ